നമസ്കാരം. റോക്കറ്റിൽ പിടിപ്പിക്കേണ്ട ഇന്ധനത്തിൻ്റെ കുഴൽ സൈക്കിളിലും കാളവണ്ടിയിലും കൊണ്ടുപോകുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. അന്ന് വിദേശികൾ ഇന്ദിരാഗാന്ധിയെ പരിഹസിച്ചു. ദിസ് ലേഡി ഈസ് ഡ്രീമിംഗ് ടു റീച്ച് ദ സ്കൈ. പരിഹാസത്തിൽ പറഞ്ഞാൽ ഈ പെണ്ണും പിള്ള ബഹിരാകാശത്ത് പോകാൻ മനക്കോട്ട കെട്ടുന്നു എന്ന്. ആ പരിഹാസത്തിൽ ഇന്ത്യ തളർന്നില്ല. മംഗൾയാനും ചന്ദ്രയാനും ഉൾപ്പെടെ ഇന്ന് ബഹിരാകാശ ഗവേഷണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു നമ്മുടെ ഇന്ത്യ. പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്തിന് എന്തിന് ബഹിരാകാശ ഗവേഷണം എന്ന് ചോദിച്ചവരോട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 75 വർഷങ്ങൾക്ക് ശേഷം ഉത്തരം പറയുന്നു. 104 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ഒറ്റ റോക്കറ്റിനോടൊപ്പം വിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. നെഹ്റുവിയൻ സയന്റിഫിക് ടെമ്പർ ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരെ ഇന്ത്യയിലുണ്ടാക്കി. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരികൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരല്ല, വീമ്പിളക്കുന്നവരുമല്ല. പകരം സമൂഹത്തെ പതിറ്റാണ്ടുകൾക്ക് മുന്നിലേക്ക് വിഭാവനം ചെയ്യുന്നവരാണ്. കാളവണ്ടിയിൽ നിന്നും ബഹിരാകാശ പേടകത്തിലേക്ക് മാറിയ ഭരണാധികാരികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിലെ അണികളാണ് നമ്മൾ. വർഗീയം വിഷം ചീറ്റുന്നവരായിട്ടല്ല, അഭിമാനിയായ ഇന്ത്യക്കാരാകാൻ നമുക്ക്. ഭാരത് മാതാ കി ജയ്, ഭാരത് നിർമ്മാതാ കി ജയ്.